പ്രിയപ്പെട്ടവരെ, മെയ് 4 പുലരുകയാണ്. ഞങ്ങൾ എറണാകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം എടപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പള്ളിയിൽ പെരുന്നാൾ മെയ് 4 തീയതിയാണ്. അതായത് ഇന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് വേനലിന് അവധിക്ക് നമ്മൾ ചേരാനൂരിലുള്ള അമ്മ വീട്ടിൽ പോകും. അവിടെ നിന്ന് അധികം ദൂരമല്ല എടപ്പള്ളി പള്ളി എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരും പ്രാർത്ഥിക്കുന്ന നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് കച്ചവടവും ഉണ്ടാകും. ഈ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വള, മാല, പിന്നെ പുരുഷന്മാർക്ക് മറ്റു പല സാധനങ്ങൾ, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എന്ന് മാത്രമല്ല, ആഞ്ഞിലി ചക്ക വരെ വിൽക്കാൻ വെച്ചേക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വാണിഭ സ്ഥലം കൂടി ആയിരുന്നു പണ്ട്. പിന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തന്മാർ കോഴികളെ കൊണ്ടുവരും. ഈ കോഴിയെ പള്ളിക്ക് സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. അതിൻ്റെ വില പള്ളിക്ക് കൊടുത്തിട്ട് കോഴിയെ ഇവരവിടെ തന്നെ പാചകം ചെയ്ത് ഭക്ഷിക്കുകയായിരുന്നു പതിവ്. ഇപ്പോഴും അതൊക്കെ അതുപോലെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ കോഴിയുടെ വില പള്ളിയിലിടുകയും അവിടെ കൊടുക്കാൻ സമർപ്പിക്കാൻ ഉദ്ദേശിച്ച കോഴിയെ വീട്ടിൽ വെച്ച് തന്നെ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നേരിട്ട് കൊണ്ടുവരുന്ന ഭക്തന്മാരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും വലിയ നടപരമുള്ള ഒരു ദേവാലയമാണ്. അതനുസരിച്ച് പുണ്യവാളൻ്റെ പ്രസിദ്ധിയും പള്ളിയുടെ ആസ്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. അതെന്താ വെച്ചാൽ, ഈ വിമത വൈദികർ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. അതായത് സീറോ മലബാർ സഭയ്ക്കകത്തുള്ള 2 ചേരികളുണ്ടല്ലോ. അതായത് അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്നവരും പുറംതിരിഞ്ഞ് കുർബാന ചെല്ലുന്നവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഒരു പ്രധാന വേദി കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അതിൻ്റെ വരുമാനമൊക്കെ വരുന്നത് ഈ പള്ളിയിൽ നിന്നാണ്. ഇതിനേക്കാളും വരുമാനമുള്ള മറ്റൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മലയാറ്റൂർ പള്ളി മാത്രമേ ഉള്ളൂ. അവിടെ സീസണലാണ്. ഇതുപോലെ വർഷത്തിൽ 365 ദിവസമില്ല. ഞാനിപ്പോൾ എടപ്പള്ളി പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നു. പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ കാസർഗോഡ് തൊട്ട് പാറശാല വരെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് എന്നറിയാൻ വേണ്ടി പറഞ്ഞാണ്. മെയ് 4 പണ്ട് മുതലുള്ള പ്രാധാന്യം ഇതാണ്, എടപ്പള്ളി പെരുന്നാൾ. പക്ഷേ ഇത്തവണത്തെ പ്രാധാന്യം വേറെ ഒന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇന്നേ ദിവസം ആരംഭിക്കുകയാണ്. അത് രാവിലെ 8 മണിക്ക് ആരംഭിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെൻഡ് വ്യക്തമാകും. ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം മിക്കവാറും നടക്കും. പിന്നെ വല്ല യന്ത്രത്തിൽ കേടുവന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നീണ്ടുപോകും. ഏതായാലും എണ്ണി അധികം കഷ്ടപ്പെടേണ്ട വരില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ റിസൾട്ട് ഏതാണ്ട് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്കറിയാം. എക്സാക്ട്ലി എത്ര സീറ്റ് കിട്ടും എന്നേ നോക്കാനുള്ളൂ. അഭിപ്രായ സർവേകൾ നടത്തിയ സൂചനകളും പിന്നീട് എക്സിറ്റ് പോൾ നൽകുന്ന പല സൂചനകളും ഒക്കെ ഒന്ന് തന്നെയാണ്. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. LDF പ്രതിപക്ഷത്തേക്ക് പോകും. BJP ഇടക്കാലത്ത് പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും തുറക്കും. എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും നാമമാത്രമായിട്ടെങ്കിലും ഒരു അക്കൗണ്ട് അവർക്കുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഓരോ മണ്ഡലത്തിലും ആരാര് ജയിക്കും എന്ന കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ജയിക്കും. അതുപോലെ ബേപ്പൂരിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് PV അൻവർ എന്ത് പെർഫോമൻസ് ആയിരിക്കും നടത്തുക, മുഖ്യൻ്റെ മരുമകൻ ജയിക്കുമോ തോൽക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില കൗതുകങ്ങൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ വരാൻ പോകുന്ന 5 കൊല്ലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഭരണമായിരിക്കും. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കും, അതോ VD സതീശനായിരിക്കും, അതുമല്ലെങ്കിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ വന്ന് ഇറങ്ങുമോ, ഇതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അറിയില്ല. എല്ലാവരും വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നു. കോൺഗ്രസ്സുകാരും കാത്തിരിക്കുന്നു, ഈ പറഞ്ഞ നേതാക്കന്മാരും കാത്തിരിക്കുന്നു. പിന്നെ ഓരോ നേതാവിനും ഉപദേശം കൊടുക്കാനായിട്ട് വിദഗ്ധന്മാരായ ജ്യോതിഷികളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും സമയാസമയത്ത് നാമനിർദ്ദേശ പത്രം കൊടുത്തു, മറ്റ് പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷികൾക്ക് ഒന്നും കൂടി അവസരം കൈവന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കായിരിക്കും സാധ്യത എന്നുള്ളത്. പിന്നെ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും മന്ത്രിയാവാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ച് വെച്ച കുറേ ആളുകളുണ്ട്. 20 പേരെ ആ കൂട്ടത്തിൽ നിന്ന് മന്ത്രിമാരാക്കാനും വ്യവസ്ഥയുണ്ട്. അപ്പോൾ 20 മന്ത്രിമാരായി. അതിൽ ഇത്ര നായർക്ക്, ഇത്ര ഈഴവൻ, ഇത്ര ലത്തീൻ, ഇത്ര സുറിയാനി എന്ന രീതിയിൽ ഒരു സാമുദായിക സന്തുലനം പാലിക്കാൻ ഈ UDF പ്രജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ എനിക്ക് സംഭവിക്കില്ല. മിക്കവാറും മന്ത്രിമാരും വിവിധ ജാതി മത സമൂഹത്തിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.
പിന്നെ ഭരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായതുകൊണ്ട് കള്ളവും ഉണ്ടാവില്ല, ചതിവും ഉണ്ടാവില്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും ഇന്നുവരെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടോ അന്നൊക്കെ അഴിമതിക്ക് യാതൊരു സാധ്യതയില്ല. അത് ആ അഴിമതി ആരെങ്കിലും നടത്തുകയാണെങ്കിൽ അത് അപ്പം തന്നെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അയാൾ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കള്ളവുമില്ല ചതിവുമില്ലാത്ത 5 കൊല്ലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആരെങ്കിലും മുറിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ബുള്ളറ്റിൻ ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കും. അതുവരെ എല്ലാവരും ക്ഷമാപൂർവ്വം കാത്തിരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.